ഹലോ അസ്സലാമു അലൈക്കും. ഈ സായി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ഇഡ്ഡലി ദോശക്കൊക്കെ ഒരു ചട്നി അരക്കുമല്ലോ. നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള ചട്നിയാണ് എപ്പോഴും അരക്കുക. പക്ഷേ ഇന്ന് തേങ്ങ അരക്കാണ്ട് നമ്മൾ അരക്കണ ചട്നിയാണ്. പക്ഷേ ആവശ്യത്തിന് നിലക്കടല വേണം, പൊട്ടുകടല വേണം, വലിയ ഉള്ളി വേണം, തക്കാളി വേണം കേട്ടോ. തക്കാളി വേണം, വറമുളക് വേണം, കറിവേപ്പില വേണം. ഇത്രയാണ് അതിൻ്റെ സാധനങ്ങൾ. അതിന് വേണ്ട സാധനങ്ങൾ അത്രയാണ്. അപ്പോൾ അടുപ്പത്തൊരു പാൻ വെച്ച് അതിലേക്ക് നിലക്കടല ഇട്ട് പിന്നെ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് പൊട്ടുകടല ഇട്ട് പൊട്ടുകടല ചൂടാകുമ്പോൾ നമ്മൾ 5-6 വറ്റൽമുളക് ഇട്ടോ, എരിവിനനുസരിച്ച് വറ്റൽമുളക് ഇടാം. അത് ഇട്ട് ഒരു സവാള, ഒരു തക്കാളി, കറിവേപ്പില ഇടണം കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ വഴറ്റി വന്ന ശേഷം മിക്സിയിലിട്ട് അടിക്കുക. നന്നായി മിക്സിയിലിട്ട് അരച്ച ശേഷം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചട്നിക്ക് എങ്ങനെ താളിക്കുക, കടുകും കറിവേപ്പില ഇട്ട് താളിക്കില്ലേ, നമ്മൾ എത്ര ലൂസ് വേണം അത്രയും ലൂസാക്കാം കേട്ടോ. നല്ല തിക്കൻസ് ആയിട്ടുള്ള ചട്നി തന്നെ കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി തേങ്ങക്കൊക്കെ നല്ല റേറ്റ് ഉള്ള ടൈമാണല്ലോ, അതുകൊണ്ട് ഇങ്ങനെയൊന്ന് അരച്ച് നോക്കൂ കേട്ടോ. നല്ല രസമുണ്ടാവും. ഇഡ്ഡലി ദോശ ഒക്കെ കഴിക്കാം. അടിപൊളി ചട്നിയാണ്. ഒരു സിമ്പിൾ ചട്നിയാണ് കേട്ടോ. ഓക്കെ, ബായ്. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.